രാമനെ വിളിച്ചുണർത്തുന്ന വിശ്വാമിത്രന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എന്താ രാമനെ വിളിച്ചുണർത്തുന്നത്? കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യയുടെ നല്ല പുത്ര രാമ, പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഉത്തിഷ്ഠ നരശാർദൂല, മനുഷ്യന്മാരിൽ കേസരിയായിരിക്കുന്നവനെ എഴുന്നേൽക്കൂ എന്ന്. ഈ ത്രൈലോക്യം മംഗളം കുരു, ഈ മൂന്ന് ലോകത്തെ മംഗളമാക്കി ചമയ്ക്കൂ. കുടരാത്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. അക്ഷരങ്ങൾ ഉണ്ടായത് തെറി പറയാനും ആളെ കുറ്റപ്പെടുത്താനും അസൂയ പറയാനും കമന്റ് ഇടാനും വൃത്തികെട്ട കമന്റ് ഇടാനുമല്ല. അക്ഷരങ്ങൾ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ കണ്ടുപിടിച്ചത് സ്നേഹങ്ങൾ പങ്കുവെക്കാൻ, ആശയങ്ങൾ പകരാൻ, ആശയങ്ങൾ പഠിക്കാൻ, മനുഷ്യന്റെ വികാസത്തിന് വേണ്ടിയാൽ, നാശത്തിന് വേണ്ടിയല്ല. ആ വികാസം ഉണ്ടാക്കിയെടുക്കാൻ നാദത്തെ ഒച്ചയെ നാദമാക്കി മാറ്റിയതാണ് ശിവൻ. 5 തലകളിൽ തൽപുരുഷം, ഈശാനം, വാമദേവം, അഘോരം എന്നൊക്കെ പറഞ്ഞിട്ട് 5 തലകളുണ്ട്. ഈ 5 തലകളിൽ നിന്നാണ് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, സപ്തസ്വരങ്ങൾ ഉണ്ടായത്. ആ സപ്തസ്വരങ്ങളിൽ ആദ്യത്തെ സ്വരം കാട്ടാളന്റെ ഒച്ച. കാട്ടാളൻ വിളിച്ചത് ഏഹേ ഓഹോ, അട്ടഹാസ ശബ്ദം. അതാണ് നിഷാദം. നിഷാദനാര കാട്ടാളൻ, കാട്ടാളന്റെ ഒച്ച. പക്ഷെ വീടെടുക്കാൻ തുടങ്ങിയപ്പോ, കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ മെല്ലെ അടുത്തിരുന്നിട്ട് ജയചന്ദ്രൻ പാടിയ മറ്റൊരു പാട്ടിന്റെ സ്ഥായി കേട്ടിട്ടില്ലേ? പാലാഴിമങ്കേ പൂനിലാവിൽ തേരിറങ്ങി നീ പാലാഴിമങ്കേ. ശബ്ദം താഴ്ത്തി പറയാൻ തുടങ്ങി. ഉച്ചസ്ഥായി നീചസ്ഥായി ശബ്ദം, ഉദാത്തം അനുദാത്തം ഉണ്ടായി. അതിന്റെ നടുക്കൊരു സ്വരിതം വന്നു. അതിന്റെ 2 പന്തിന്റെ ഇടയിൽ ഈ 2 ശബ്ദവും ചേർത്തു. അങ്ങനെ സംഗീതമുണ്ടായി. നാദത്തിൽ നിന്നാണ് ഈ ബ്രഹ്മമുണ്ടായത്. ഓംകാരമായ പൊരുൾ മുന്നായി പിരിഞ്ഞുടനെ അംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണ പറയുന്നില്ല. ആ നാദം ഉപയോഗിച്ച് മനുഷ്യൻ സ്നേഹിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ശബ്ദം നോക്കിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം നിശ്ചയിക്കുക. രാവിലെ കുട്ടികളെ വിളിക്കുന്ന ശബ്ദം എന്താ? മോനെ, മോളെ, എഴുന്നേക്കാ എന്നാണോ? സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ട് ചെക്കൻ കിടന്നുറങ്ങുന്ന ഇടി അടുപ്പത്തൊന്നും ആയിട്ടില്ല. ഇതേതാ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കുന്ന? അതിനനുസരിച്ചാ നിങ്ങളുടെ കുട്ടി കാട്ടാളനാണോ മനുഷ്യനോ ആണോ എന്ന് തീരുമാനിക്കുന്നത്. നിഷാദമാണോ ഉപയോഗിക്കുന്നത്? അതാണ് ശബ്ദം. നാദവും സംഗീതവും ഇല്ലെങ്കിൽ, മന്ത്രങ്ങളില്ലെങ്കിൽ നമുക്ക് ദൈവമുണ്ടോ? ആലോചിച്ചു. എല്ലാ ദൈവങ്ങളും, ശിവപുരാണമാകട്ടെ, മഹാഭാരതമാവട്ടെ, രാമായണമാവട്ടെ, ഭാഗവതമാവട്ടെ, എല്ലാം കവിതകളും പാട്ടുകളുമല്ലേ, ശ്ലോകങ്ങളല്ലേ? മന്ത്രങ്ങളെല്ലാം ശബ്ദത്തിലല്ലേ? ആ ശബ്ദമില്ലെങ്കിൽ പിന്നെ ദൈവമുണ്ടോ? ശബ്ദമാണ് പ്രധാനം. ആ ശബ്ദം ഒരുമിച്ച് ചേർന്ന് എന്റെ ശബ്ദവും നിന്റെ ശബ്ദവും ഒത്തുചേർന്ന് നമ്മുടെ ശബ്ദമാകുമ്പോൾ, ഒരു സംഘഗാനമായി മാറുമ്പോഴാണ് മനുഷ്യന് സംസ്കാരം ഉണ്ടാവുന്നത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക പാഞ്ഞു കൊന്നു വരും, ഇങ്ങോട്ട് വരൂല. ചീത്ത പറഞ്ഞ ഓടിക്കൽ പോലെയല്ല. എന്നാ മൂകാംബിക വരണമെങ്കിൽ എന്ത് വേണം? കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി.
കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ആ ശബ്ദം ഞാൻ പണ്ട് പഞ്ചായത്തിലുള്ളപ്പോ പഞ്ചാബിൽ ഒരു പരിപാടിക്ക് പോയി. ഞങ്ങൾ ഒരുപാട് ആള് 10-30 ആൾ ഒന്നിച്ചു പോയി. അവിടെ പോയിട്ട് നോക്കുമ്പോൾ പഞ്ചാബികൾക്ക് നമ്മളെ ഹിന്ദി തിരിയുന്നില്ല, അവരെ ഹിന്ദി നമുക്കും തിരിയുന്നില്ല. ഒന്നും തിരിയാണ്ട് അവസാനം ഒരു കെട്ടിടത്തിൽ കിടന്നു. ഒരു മലയാളിനെ കാണുന്നില്ല, ഒന്ന് പറഞ്ഞാൽ തിരിയുന്ന ഒരു മനുഷ്യനെ കണ്ടില്ല. അങ്ങനെ കിടന്ന് ഉറക്കിങ്ങനെ വരുമ്പോ ദൂരെ നിന്നൊരു പാട്ട്. എനിക്ക് ശിവന്റെ ഭക്തിഗാനം ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടിയ പാട്ടാണ്. ദൂരെ നിന്ന് ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാഴും ദക്ഷമദാന്ധത ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക. ഞാൻ ആ പാട്ട് കേട്ടിടത്തേക്ക് മെല്ലെ ചെന്ന് നോക്കുമ്പോ ഒരു തട്ടുകടയിൽ ഞങ്ങൾ അവിടെ പോയി ഓംലെറ്റ് തിന്നുമ്പോ മലയാളം ഒരക്ഷരം പറയാത്ത വിദ്വാൻ. ഞാൻ ചോദിച്ചു, അല്ല മോനെ നീ ഏടിയാ? ഞാൻ പാട്ടിയെത്താന്ന് പറഞ്ഞു. നീ നേരത്തെ ഒന്നും പറയാൻ ഞാൻ മലയാളിയാന്ന് പറഞ്ഞാൽ എനിക്കിടെ പിന്നെ പണിയുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാൻ ചെന്നത്. എന്തൊരാശ്വാസമാണ്. നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് കയറുന്ന ആശയങ്ങളും നാദവും ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഗീതമപി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം ഏകമാപാദമധുരം പരമാലോചനാമൃതം. സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ 2 മുലകളാണ്. ഒന്ന് ആപാദമധുരമാണ്, 2 ആലോചനാമൃതമാണ്. ചിന്തിച്ചിട്ട് അമൃതുണ്ടാക്കുന്നത്. ഇതിനെ ചേർത്തിട്ടാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ദൈവവിശ്വാസങ്ങളും ഉടലെടുത്തത്. സാഹിത്യവും സംഗീതവും ചേർത്തിട്ടാണ്, അറിയണം. എന്നാൽ ഇന്ന് നമ്മൾ ഉപരിപ്ലവമായ കെട്ടിടം, പൂജ, ചന്ദനം, ഭസ്മം, മാല, നേർച്ച, നെയ്യ്, തേന് ഇതിലേക്ക് കേന്ദ്രീകരിക്കുകയും അകത്തുള്ള പ്രകാശത്തിൽ നമ്മൾ മറന്നുപോവുകയും ചെയ്യുന്നു. ആരാണ് ഭക്തനെന്ന് തിരിച്ചറിയുന്നില്ല. എന്താണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന? ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയുമോ? ഓം നമഃ ശിവായ, ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിച്ചത് വേദങ്ങളുടെ മൂലമന്ത്രമായ സൂര്യഗായത്രിയാണ്. എന്താ സൂര്യഗായത്രി? ഈ ഭൂമിയെ ഉർവിയെ വരേണ്യമാക്കുന്ന ഹേ സവിതാവേ സവിതുർവരേണ്യം. ഈ ഉർവിയെ വരേണ്യമാക്കുന്ന സവിതാവേ വരൂ. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. എന്നാൽ ഇപ്പോ ആ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണോ? രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ അറിയുമോ നിങ്ങൾ? രാമൻ ആരെയാ പ്രാർത്ഥിച്ചത്? രാമൻ പ്രാർത്ഥിച്ചത് 3 ദൈവങ്ങളെയാണ്. ഒന്ന് പുഴയാണ്. ശൃംഗിവേര രാജ്യത്തേക്ക് കടക്കുമ്പോ, ഗംഗാതടം കടക്കുമ്പോ ഗംഗയെ പ്രാർത്ഥിച്ചു. പിന്നീട് സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് കടക്കുമ്പോ സമുദ്രദേവനെ പ്രാർത്ഥിച്ചു. അതാ രാമേശ്വരം. രാമൻ പ്രാർത്ഥിച്ച സ്ഥലം രാമേശ്വരം. പിന്നീട് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് രാവണനെ കൊല്ലാൻ പറ്റാതിരുന്ന് തളർന്നിരിക്കുമ്പോ അഗസ്ത്യമുനി വരിക. രാവണവധം എന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് ഒരു അധ്യായമുണ്ട് രാമായണത്തിൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. എന്താ പറഞ്ഞ്? സൂര്യനെ പ്രാർത്ഥിക്കാൻ അഗസ്ത്യമുനി വന്നിട്ട് പറയാ, സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷണതേ നമ, ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. അതാണ് ആ സൂര്യൻ. രാമൻ പ്രാർത്ഥിച്ച സൂര്യനെ നമുക്ക് വേണ്ട, രാമനെ വേണം. അല്ലേ? സൂര്യനെ വേണോ? രാവിലെ എഴുന്നേറ്റ ആദ്യം കണി കാണേണ്ട എന്തിനാ? രാമനെ വിളിച്ചുണർത്തുന്ന വിശ്വാമിത്രന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എന്താ രാമനെ വിളിച്ചുണർത്തുന്നത്? കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യയുടെ നല്ല പുത്ര രാമ, പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഉത്തിഷ്ഠ നരശാർദൂല, മനുഷ്യന്മാരിൽ കേസരിയായിരിക്കുന്നവനെ എഴുന്നേൽക്കൂ എന്നാണ്.
ഈ ത്രൈലോക്യം മംഗളം കുരു, ഈ മൂന്ന് ലോകത്തെ മംഗളമാക്കി ചമയ്ക്കൂ. ആ സൂര്യനെ ഇന്ന് കണി കാണുന്നുണ്ടോ ഭക്തജനങ്ങൾ? എപ്പോഴാ കാണുന്നത്? എന്താ കണി കാണുന്നത്? ഇപ്പൊ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും ആ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച ശിവന്റെയോ വിഷ്ണുവിന്റെയോ ഗണപതിയുടെയോ ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെയോ ഒന്നും പ്രതിമയല്ല. എല്ലാ വീട്ടിലും ഇപ്പൊ മൂലക്കുണ്ട് ഒരു പ്രതിമ പ്രതിഷ്ഠിച്ചിട്ട് ആ പ്രതിമയെ തൊഴുതിട്ടേ എല്ലാവരും പുറത്തിറങ്ങും. രാവിലെ കണി കാണുന്ന ആ പ്രതിമയാ. ഏതാ സത്യം പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരണ്ട, ഉള്ള സത്യം ഞാൻ പറയാ. ആ പ്രതിമ യൂറോപ്യൻ ക്ലോസറ്റാ. നേരെ ആടെ പോയി കുനിങ്ങി കുമ്പിട്ട് എന്നിട്ട് മാത്രമേ വാതിൽ തുറക്കൂ. നോ, പണ്ടത്തെ ആളുകൾ രാവിലെ എഴുന്നേറ്റാ വാതിൽ തുറക്കും. 3 പ്രാക്കളെ കാണും. മാടപ്രാവിനെയും അരിപ്രാവിനെയും അല്ല, പ്രകാശത്തെ, പ്രഭാതത്തെ, പ്രകൃതിയെ കാണും. നിങ്ങൾക്ക് രാവിലെ ഒരു മനുഷ്യന്റെ ഊർജം കിട്ടാൻ മരണപ്പെട്ടു പോയ പി ജയചന്ദ്രൻ പാടിയ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ടെൻഷൻ അയച്ച് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ആ ജയചന്ദ്രൻ പ്രഭാതത്തെ വന്ദിക്കുന്ന ഒരു പാട്ടുണ്ട്, അതൊന്ന് കേട്ടാ മതി. സുപ്രഭാത 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ജയചന്ദ്രന്റെ പാട്ടിന്റെ പ്രത്യേകത, യേശുദാസ് നല്ല പാട്ടുകാരൻ തന്നെയാണ്, പക്ഷെ യേശുദാസിന്റെ പാട്ട് കേട്ടാൽ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക, ജയചന്ദ്രന്റെ പാട്ട് കേട്ടാൽ ഒരു ശില്പമാണ് കാണാൻ പറ്റുക. അതാ വ്യത്യാസം. കൂടുതലൊന്നും ഞാൻ പറയുന്നു.